ലോ നമ്പർ 16 റിസൾട്ട്സിനെ പറ്റിയാണ്. അപ്പോൾ എന്താ ഞാൻ നോക്കാം. എ വിൻ 2 innings മാച്ചിലെ വിന്ന്. സൈഡ് വിച്ച് ഹാസ് സ്കോർ എ ടോട്ടൽ ഓഫ് റൺസ് ഇൻ എക്സസ് ഓഫ് ദാറ്റ് സ്കോർഡ് ഇൻ 2 completed innings ഓഫ് ദ ഓപ്പോസിംഗ് സൈഡ് ഷാൽ വിൻ ദ മാച്ച്. ഓക്കെ, അത് അറിയാവുന്ന കാര്യം തന്നെ. രണ്ട് ടീമുണ്ട്, രണ്ട് ടീമിന് 2 innings ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇന്നിങ്സ് ഇപ്പോൾ 100, സെക്കൻഡ് ഇന്നിങ്സ് 100. ഒരു ടീം ആദ്യത്തെ ഇന്നിങ്സ് അടിച്ചപ്പോൾ അവർ 100 അടിച്ചു, അടുത്ത ഇന്നിങ്സ് ഇപ്പോൾ അവർ 100 തന്നെ അടിച്ചു. അതിന് മറ്റേ ഓപ്പോസിറ്റ് ടീം ആദ്യത്തെ ഇന്നിങ്സ് 100 അടിച്ചു, രണ്ടാമത്തെ ഇന്നിങ്സ് 101 അടിച്ചു. അപ്പോൾ ആർക്കാണ് കൂടുതൽ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ അവർ ജയിച്ചു. വിൻ 1 innings മാച്ച് ആണെങ്കിൽ സൈഡ് വിച്ച് ഹാസ് സ്കോർഡ് in its 1 innings a total of runs in excess of that scored by the opposing side in its 1 complete innings shall win the match. അതായത് ഒരു ഇന്നിങ്സിൻ്റെ കളി ഇപ്പോൾ 1 day മാച്ചിലാണെങ്കിലും T20 എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് കളിച്ച് അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ആളെക്കാളും മറ്റേ ടീം കൂടുതൽ അടിക്കുമ്പോഴാണല്ലോ അവർ, ഏത് ടീമാണോ കൂടുതൽ അടിച്ചേക്കുന്നത് അവർ ജയിക്കുന്നു. അപ്പോൾ അമ്പയേഴ്സ് എവിടെയും മാച്ച് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാച്ച് ഷാൽ ബി ലോസ് ബൈ എ സൈഡ് വിച്ച് ഒന്ന് കൺസീഡ്സ് ഡിഫീറ്റ്, തോൽവി സംഭവിക്കുന്ന ഒപ്പീനിയൻ ഓഫ് ദ അമ്പയേഴ്സ് റെഫ്യൂസ് ടു പ്ലേ. ഇനി കളിക്കാൻ നിരസിച്ച് കഴിഞ്ഞാൽ ഇഫ് ദ അമ്പയർ ഷാൽ അവാർഡ് ദ മാച്ച് ടു ദ അതർ സൈഡ്. അപ്പോൾ അങ്ങനെ കളിക്കാൻ നിരസിച്ച് കഴിഞ്ഞാൽ മറ്റേ ടീമിനെ ജയിപ്പിക്കും. ഇഫ് എൻ അമ്പയർ കൺസിഡർ ദാറ്റ് ദ ആക്ഷൻ ബൈ എനി പ്ലെയർ ഓർ പ്ലേയേഴ്സ് മൈറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ റെഫ്യൂസൽ ബൈ either side to play, then the umpires together shall ascertain the cause of action. If they then decide together this action does constitute a refusal to play by one side, and they shall so inform the captain of the side. If the captain persists in the action, the umpires shall award the match in accordance with the first law. Captain refusing to remove from the player, അതൊക്കെ ലാസ്റ്റ് ലോയിലൊക്കെ വരുന്നതാണ്. അല്ല, വേറൊന്നുമില്ല. റെഫ്യൂസൽ ടു പ്ലേയുടെ ഭാഗമായിട്ട് പല ആക്ഷൻസ് ഉണ്ട്. അവരിപ്പോൾ ചില കളികളിൽ ഇപ്പോൾ എക്സാമ്പിൾ മുരളീധരൻ്റെ നോ ബോൾ പിടിച്ച കളിയിൽ അവർ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടത് മറ്റേ ടീമിനെ ജയിപ്പിക്കും. ആദ്യം പ്ലെയർ ഇറങ്ങി, ഇപ്പോൾ സപ്പോസ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഞങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവർ ക്യാപ്റ്റനോട് ചോദിക്കും നിങ്ങൾ കളിക്കണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ ക്യാപ്റ്റനും അത് തന്നെ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനെ ജയിപ്പിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഇനി ഇഫ് ദ ആക്ഷൻ ആസ് ഇൻ 16 point ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദ പ്ലേ ഹാസ് ഡൺ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റെഫ്യൂസൽ ഓഫ് പ്ലേ അല്ല, വേറെ എന്തെങ്കിലും ഇതായിട്ട് പോവുകയാണെങ്കിൽ പ്ലേയിങ് ടൈം ഷാൽ ബി കൗണ്ടഡ് ആസ് ലോസ് ഫ്രം ദ കോൾ ഓഫ് ടൈം ടു കോൾ ഓഫ് ദ പ്ലേ എക്സ്ക്ലൂഡിങ് ഇൻ്റർവൽസ് ആൻഡ് സസ്പെൻഷൻസ് ഓഫ് ദ പ്ലേ. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ട് തിരിച്ച് കളിക്കാനൊക്കെ വരുന്ന കേസുകളുണ്ടല്ലോ. ഇപ്പോൾ ഏതെങ്കിലും പ്രശ്നത്താൽ അവർ ഇറങ്ങിപ്പോയി എന്നിട്ട് തിരിച്ച് കളിക്കാൻ വരുവാണെങ്കിൽ അപ്പോൾ അത് ലോസ് ടൈമായിട്ട് കൂട്ടുന്നു. ഇൻ്റർവെൽസ് ഇതൊക്കെ ഒഴികെയുള്ള ടൈമുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ലോസ് ടൈമായിട്ട് കൂട്ടിയിട്ട് അതനുസരിച്ചുള്ള നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ഇൻ്റർവെൽസിൻ്റെ അകത്ത് കൂട്ടുക കുറയ്ക്കുകയോ അങ്ങനെയുള്ള കുറേ കേസുകളുണ്ടല്ലോ, അത് ചെയ്യും. അല്ലെങ്കിൽ ഇനി നമ്മൾ പ്ലേ നിർത്തി വയ്ക്കാനുള്ള രീതിയിലും പോവാം. ദ ടൈം ഫോർ ദ ക്ലോസ് ഓഫ് പ്ലേ ഓൺ ദാറ്റ് ഡേ ഷാൽ ബി എക്സ്റ്റെൻഡ് ബൈ ദ ലെങ്ത് ഓഫ് ടൈം. അപ്പോൾ വേണമെങ്കിൽ ആ ദിവസത്തെ കളി കുറച്ചും കൂടി നീട്ടാം. 4:30 തീരേണ്ട കളി 5 മണിയിലേക്കൊക്കെ നീട്ടാം. ഇഫ് ആപ്ലിക്കൻ നോ ഓവേഴ്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് അവർ ഓഫ് ദ മാച്ച് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ദിസ് ടൈം. അപ്പോൾ വേണമെങ്കിൽ ഈ ഓവർ ഡിഡക്റ്റ് ചെയ്യാണ്ടിരിക്കുക, അത് കമ്പയറിൻ്റെ തീരുമാനം പോലെ ഇരിക്കും. മാച്ച് ഇൻ വിച്ച് ദർ ഈസ് ആൻ എഗ്രിമെൻ്റ് ലോ 13.1.2 ഫോർ എനി മാച്ച് വിച്ച് ദർ ഈസ് ആൻ എഗ്രിമെൻ്റ് അണ്ടർ 13.1.2 നമ്പർ ഓഫ് ഇന്നിങ്സ് ഇൻ ദ കേസ് ഇഫ് ദ റിസൾട്ട് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ഇൻ എനി ഓഫ് ദ വേസ് സെഡ് ഇൻ 16.1 or 3 then the result shall be as laid down in the agreement. അതായത് റിസൾട്ടൊന്നും വരാത്ത പക്ഷം ഈ രണ്ട് ഇന്നിങ്സും വെച്ചൊക്കെയുള്ള കളികൾ, മൾട്ടിപ്പിൾ ഇന്നിങ്സുള്ള കളികളിൽ റിസൾട്ട് വരാത്ത പക്ഷം ഒരു എഗ്രിമെൻറ്റ് ഓൾ അതർ മാച്ചസ് എ ടൈ ഓർ എ ഡ്രോ. ടൈ എന്ന് പറഞ്ഞാൽ എന്താ, റിസൾട്ട് ഓഫ് മാച്ച് ഷാൽ ബി ടൈ വെൻ ഓൾ ഇന്നിങ്സ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ദ സ്കോർസ് ആർ ഈക്വൽ. അപ്പോൾ 4 ടീമും ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് 100 അടിച്ചു, സെക്കൻഡ് ഇന്നിങ്സ് ടീം എ ഫസ്റ്റ് ഇന്നിങ്സ് 100 അടിച്ചു, സെക്കൻഡ് ഇന്നിങ്സ് 100 അടിച്ചു, അപ്പോൾ 100 + 100 200. ടീം ബിയും ഫസ്റ്റ് അതും സെയിം തന്നെ 100 + 100 200. അപ്പോൾ രണ്ട് ടീമും ലെവൽ. സോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ടൈ ആവുന്നു. ഡ്രോ എന്താണ്? റിസൾട്ട് ഓഫ് മാച്ച് ഷാൽ ബി ഡ്രോ വെൻ ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമിൻ എനി ഓഫ് ദ വേസ് സ്റ്റേറ്റഡ് ഇൻ 6.1.2 3 4 5. ഓക്കെ, ഈ ഒരു രീതി ഇപ്പോൾ ടൈയും അല്ല മറ്റേ ദിവസം തീർന്നു പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ കളി ഡ്രോ ആവും. അങ്ങനെയാണല്ലോ നമ്മൾ ടെസ്റ്റ് മാച്ചൊക്കെ കണ്ടിട്ടില്ലേ. ടെസ്റ്റ് മാച്ച് ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ഒരു ടീം 2 ദിവസം എടുത്ത് 600 അടിച്ചു, സെക്കൻഡ് ടീം 2 ദിവസം എടുത്തിട്ട് അവർ ഒരു 600 അടുത്തേക്ക് എത്തിയില്ല, എന്നാൽ ആ റേഞ്ച് എത്തി.
ഔട്ടാവുന്നു. എന്നിട്ട് സെക്കൻഡ് ഇന്നിങ്സ് മറ്റവന്മാർ തുടങ്ങുന്നു, അതെവിടെ എത്തുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഡ്രോവും അല്ല ടൈയും അല്ല ആരും ലോസ്റ്റും ആയിട്ടുള്ള ആ ദിവസങ്ങൾ തീർന്നു വന്നു. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അത് ഡ്രോ ആക്കി തീരുമാനിക്കും. വിന്നിങ് ഹിറ്റ് ഓർ എക്സ്ട്രാസ് ആസ് സൂൺ ആസ് ദ റിസൾട്ട് ഈസ് റീച്ച്ഡ് ആസ് ഡിഫൈൻഡ്. റിസൾട്ട് വന്നതിന് ശേഷം ദ മാച്ച് ഈസ് അറ്റ് ദ എൻഡ്, മാച്ച് തീർന്നു. നത്തിങ് ഹാപ്പൻസ് ദർ ആഫ്റ്റർ എക്സെപ്റ്റ് പെനാൽറ്റി റൺ ഷാൽ ബി റിഗാർഡ് ആസ് പാർട്ട് ഓഫ്. പെനാൽറ്റി റൺ ഒഴികെയുള്ള റൺസൊന്നും നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്യില്ല. ഒരു മാച്ചിൽ ലാസ്റ്റ് സേവാഗിന് ഒരു 6 റണ്ണം കണ്ടോ മതി സെഞ്ചുറി അടിക്കാൻ വേണ്ടി. പുള്ളിയെ 6 അടിച്ചു, പക്ഷേ നമുക്ക് കളി ജയിക്കാൻ 1 റണ്ണ് മതി. അപ്പോൾ ഈ ബോളർ നോ ബോളാക്കി കളഞ്ഞു. അപ്പോഴത്തേക്കും ഫസ്റ്റ് 1 റണ്ണും കൂടി വന്നപ്പോഴത്തേക്കും കളി ജയിച്ചു. അപ്പോൾ അത് സേവാഗ് 6 അടിച്ചു, പക്ഷേ ആ 1 റൺ ആഡ് ചെയ്തപ്പോഴത്തേക്കും അത് വിന്നിങ് റൺസായി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞുള്ള റൺസ് ഇതിലേക്ക് ആഡ് ആവില്ല, പുള്ളിയുടെ അക്കൗണ്ട് ആഡ് ആവില്ല, നമ്മുടെ ടീമിൻ്റെ അക്കൗണ്ട് ആഡ് ആവില്ല. ബട്ട് വേറെ ഇപ്പോൾ നമുക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 1 റണ്ണാണ്. അപ്പോൾ പുള്ളി അത് 6 അടിച്ചു, അത് നോ ബോൾ അല്ലായിരുന്നെങ്കിൽ 6 റൺ ആഡ് ആയേനെ. അപ്പോൾ പുള്ളിക്ക് സെഞ്ചുറി ആയേനെ, ടീമിനും 6 റണ്ണ് കയറിയേനെ. എനിവേ കളി എന്തായാലും ജയിച്ചു. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ദ സൈഡ് ബാറ്റിംഗ് ലാസ്റ്റ് വിൽ ഹാവ് സ്കോർഡ് ഇനഫ് റൺസ് ടു വിൻ ഓൺലി ഇഫ് its total of the runs is sufficient without including any runs completed by the batter before the completion of a catch or the obstruction of catch from which the striker could be dismissed. അപ്പോൾ ലാസ്റ്റ് ബാറ്റ് ചെയ്യുന്ന സൈഡ് ജയിച്ചു എന്ന് എപ്പോൾ തീരുമാനിക്കും? ഇറ്റ്സ് ടോട്ടൽ റൺസ് ഈസ് സഫിഷ്യൻറ്റ്. ഓക്കെ, ടോട്ടൽ റൺസ് സഫിഷ്യൻറ്റ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് എനി റൺസ് കംപ്ലീറ്റഡ് ബൈ ദ ബാറ്റർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ക്യാച്ച്. അതായത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവർ വളച്ചൊടിച്ച് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ബാറ്റിംഗ് സൈഡ് ഇവരെക്കാളും കൂടുതൽ റൺ അടിക്കണമല്ലോ. അപ്പോൾ അതിൽ ഏത് റണ്ണ് കൗണ്ട് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് അടിച്ചു, ക്യാച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 റൺ ഓടി, എന്നിട്ട് ക്യാച്ച് എടുത്തു. അപ്പോൾ 6 റണ്ണൊന്നും ഇതിൽ കൂട്ടില്ല. ഓർ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് എ ക്യാച്ച് ഫ്രം വിച്ച് സ്ട്രൈക്കർ കുഡ് ബി ഡിസ്മിസ്. ഇപ്പോൾ ക്യാച്ച് സ്ട്രൈക്കർ തട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡെഡ് ബോൾ വിളിച്ച് അങ്ങനെയൊക്കെ പോകും. ഡെഡ് ബോളിന് ഇതിലൊക്കെ വരും. അപ്പോൾ അതിൽ മനസ്സിലാക്കാം. If boundary is scored before the batter has completed sufficient runs to win the match, the whole of the boundary 11 shall be credited to the side's total, and in case of a hit by the bat to the striker score. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കഥ തന്നെ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ സേവാഗിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. പുള്ളി നമുക്ക് കളിയേക്കും 1 റണ്ണോ 2 റണ്ണോ എന്തോ മതിയായിരുന്നു. സേവാഗ് 6 അടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ 6ഉം കൂടി 2 റണ്ണ് മതിയെങ്കിലും ആ 6ഉം കൂടി അതിൽ കൗണ്ടാവും, പുള്ളിയുടെ അക്കൗണ്ടിൽ കൗണ്ടാവും, ടീമിൻ്റെ അക്കൗണ്ടിലും കൗണ്ടാവും. പക്ഷേ അതിന് മുമ്പ് നോ ബോൾ വന്നുകൊണ്ട് അത് കൗണ്ടായില്ല. 1 റണ്ണ് മതിയായിരുന്നു. അപ്പോൾ നോ ബോൾ പറഞ്ഞു. അപ്പോൾ 6 റണ്ണ് കൂട്ടി കളി ജയിച്ചു. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. ബൗണ്ടറി അടിച്ചാൽ അത് കൗണ്ടാവുമെന്ന്. മീൻസ് അല്ലാണ്ട് ആ 1 റണ്ണ് മതിയായിരുന്നെങ്കിലും ആ 1 റണ്ണല്ല, നമുക്ക് 4 റണ്ണ് നമുക്ക് കിട്ടും. അല്ലാണ്ട് അതിൽ നിന്ന് 1 റണ്ണ് സെപ്പറേറ്റ് ചെയ്തല്ല നമ്മൾ എടുക്കുന്നതെന്നുള്ളൊരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്. ഇഫ് ദ സൈഡ് ബാറ്റിംഗ് ലാസ്റ്റ് വിൻസ് ദ മാച്ച് വിത്തൗട്ട് ലൂസിങ് all its wickets, the result shall be stated as win by number of wickets still then to fall. ഇതും നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു രണ്ടാമത്തെ സൈഡ് ജയിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എത്ര വിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു അത്രയും വിക്കറ്റ് ജയിച്ചു. അതായത് ഇപ്പോൾ 5 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അല്ലെങ്കിൽ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1/7 വിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയേക്കണുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം എഴുതിയിട്ടുള്ളൂ. ഇഫ് വിത്തൗട്ട് ഹാവിംഗ് സ്കോർഡ് എ ടോട്ടൽ ഓഫ് റൺസ് ഇൻ എക്സസ് ഓഫ് ദ ടോട്ടൽ സ്കോർ ബൈ ദ ഒപ്പോസിംഗ് സൈഡ്, ദ ഇന്നിങ്സ് ഓഫ് ദ സൈഡ് ബാറ്റിംഗ് ലാസ്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബട്ട് ആസ് എ റിസൾട്ട് of an award of 5 penalty runs, its total of runs is then sufficient to win. The result shall be stated as win to the side by penalty runs. ഇതൊരു വെറൈറ്റി സാധനം. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഓവറിൽ എത്തിയെന്ന് വയ്ക്കുക. എക്സാമ്പിൾ, അപ്പോൾ ലാസ്റ്റ് ഓവറിൽ ജയിക്കാൻ വേണ്ടി നമുക്ക് 2 റണ്ണ് മതി. പക്ഷേ ബോളർ എറിഞ്ഞു ബീറ്റായി, ബാറ്റ്സ്മാൻ ബീറ്റായി. അപ്പോൾ ശരിക്കും 2 റണ്ണിന് മറ്റേ ടീം ജയിക്കേണ്ടതാണ്, ഏത് ബോളിംഗ് ടീം ജയിക്കേണ്ടതാണ്. പക്ഷേ ആ ഒരു ലാസ്റ്റ് ബോൾ കീപ്പ് ചെയ്യാതെ അത് പോയിട്ട് നമ്മുടെ കീപ്പറിൻ്റെ ബാക്കിൽ പുള്ളി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വയ്ക്കുക. ആ ഹെൽമെറ്റ് പോയി ടച്ച് ചെയ്തു. നമ്മൾ പെനാൽറ്റിയുടെ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 5 റൺ പെനാൽറ്റി അവാർഡ് ഇടാം. അപ്പോൾ അവർ ടീം ജയിച്ചു. എങ്ങനെ 5 റൺ പെനാൽറ്റി റൺ 1 വിൻ ടു ദാറ്റ് സൈഡ് ഈസ്. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇഫ് ദ സൈഡ് ഫീൽഡിംഗ് ലാസ്റ്റ് വിൻസ് ദ മാച്ച് ദ റിസൾട്ട് ഷാൽ ബി സ്റ്റേറ്റഡ് ആസ് വിൻ ബൈ റൺസ്. ഇപ്പോൾ ഫീൽഡിംഗ് സൈഡ് ജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 റൺ അടിച്ചു ഒരു ടീം, മറ്റേ ടീമിനെ ഒരു 90 റണ്ണിന് ഓൾ ഔട്ടാക്കി കഴിഞ്ഞാൽ ഫീൽഡിംഗ് സൈഡ് 1/10 റൺസ് എന്നല്ലേ പറയുന്നത്. അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇഫ് ദ മാച്ച് ഈസ് ഡിസൈഡ് ബൈ
match is decided by one side conceding defeat or refusing to play. The result shall be stated as match conceded or match awarded as the case may be. അതായത് തോൽവി സമ്മതിക്കുന്ന കേസുകളിലൊക്കെ തോൽവി സമ്മതിച്ചു എന്നുള്ള ഇതിലാക്കി എഴുതുന്നതെന്ന്, അല്ലാണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വിക്കറ്റ് 1 by വിക്കറ്റ്സ് 1 by പെനാൽറ്റി അങ്ങനെ ആയിരിക്കില്ല. കറക്റ്റ്നെസ് ഓഫ് ദ റിസൾട്ട്, എനി ഡിസിഷൻ ആസ് ടു ദ കറക്റ്റ്നെസ് ഓഫ് ദ സ്കോർ ഷാൽ ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അമ്പയേഴ്സ്. അപ്പോൾ അമ്പയറാണ് ഇത് ഡിസിഷൻ മറ്റേ റിസൾട്ടിൻ്റെ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. മിസ്റ്റേക്സ് ഇൻ സ്കോറിംഗ്, ഇഫ് ആഫ്റ്റർ ദ പ്ലേയേഴ്സ് ആൻഡ് അമ്പയേഴ്സ് ഹാവ് ലെഫ്റ്റ് ദ ഫീൽഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് ദ മാച്ച് ഹാസ് ബീൻ കൺക്ലൂഡഡ്, the umpires discover that the mistake in scoring has occurred which affects the result, then subject to 16.10 they shall adopt the following procedure. അതായത് അമ്പയറും പ്ലേയേഴ്സും കളി തീർന്നു, ഒരു ടീം ജയിച്ചു എന്ന് പറഞ്ഞ് ഫീൽഡ് ലെഫ്റ്റ് ചെയ്തതിന് ശേഷം സ്കോറിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് കണ്ടെത്തിയതിന് ശേഷം അമ്പയർ ചെയ്യേണ്ട പ്രൊസീജിയറാണ് പറഞ്ഞത്. ഇഫ് വെൻ ദ പ്ലേയേഴ്സ് ലീവ് ദ ഫീൽഡ് the side batting last has not completed its innings and either the number of overs to be bowled in the last hour or the innings had not been completed or the agreed time of the close-up of the end of the innings has not been reached, then unless one side concedes defeat the umpire shall order to play to resume. അതായത് ഇങ്ങനെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഐദർ ആ ദിവസത്തെ ഇനിയും ലാസ്റ്റ് അവർ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഓവേഴ്സ് എറിയാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വിക്കറ്റ്സ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ആ എൻഡ് ഓഫ് ദ പ്ലേയുടെ എഗ്രിമെൻറ്റ് ചെയ്ത ടൈം എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അമ്പയർ ഇവന്മാരെ തിരിച്ച് വിളിച്ച് കളിക്കാൻ പറയും. അല്ലെങ്കിൽ അവർ ഡിഫീറ്റ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കളി തോറ്റു, അല്ലെങ്കിൽ അവർ വന്ന് തിരിച്ച് കളിക്കണം. അൺലെസ് റിസൾട്ട് ഈസ് റീച്ച് സൂണർ പ്ലേ വിൽ ദെൻ കണ്ടിന്യൂ ഇഫ് കണ്ടീഷൻസ് പെർമിറ്റ്. അപ്പോൾ റിസൾട്ടിൽ എത്താത്തവരെ കളി കണ്ടിന്യൂ ചെയ്യും ഈ പറഞ്ഞ ടൈം വരെ, പ്രസിഡന്റ് നമ്പർ ഓഫ് ഓവേഴ്സോ അല്ലെങ്കിൽ ടൈം ഓഫ് ദ ക്ലോസ് ഓഫ് പ്ലേ എത്തുന്നവരെയോ അല്ലെങ്കിൽ അല്ല ടൈം ഓഫ് ദ ഇന്നിങ്സ് ഏതാണോ ആ ടൈം ഉചിതം അതനുസരിച്ച് എത്ര നേരം കളി കൊണ്ടുപോകും. ദ നമ്പർ ഓഫ് ഓവേഴ്സ് ആൻഡ് ടൈം റിമൈനിങ് ഷാൽ ബി ടേക്കൺ ആസ് ദേ വെർ അറ്റ് ദ കോൾ ഓഫ് ടൈം ഫോർ ദ സപ്പോസ് കൺക്ലൂഷൻ ഓഫ് ദ മാച്ച്. അപ്പോൾ ബാക്കി എത്ര ഓവേഴ്സ് ഉണ്ടായിരുന്നോ അതൊക്കെ എറിയേണ്ടി വരും എന്നുള്ള കേസാണ് ഈ പറയുന്നത്. നോ അക്കൗണ്ട് ഷാൽ ബി ടേക്കൺ ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദാറ്റ് മൂമെൻറ്റ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ പ്ലേ. അപ്പോൾ അത് മറ്റേ ഇപ്പോൾ നമ്മളറിയാതെ സ്കോറിങ് മിസ്റ്റേക്ക് കാരണം നമ്മൾ തിരിച്ചു പോയിട്ടൊക്കെ വന്നു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ഇൻ്റർവെൽസിൽ പറഞ്ഞിരുന്നു 10 മിനിറ്റ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 3 ഓവർ എറിയാനുള്ള ടൈമാണ് പോയെന്ന് പറയും. അപ്പോൾ ആ 3 ഓവർ ഇതിൽ കുറയ്ക്കാനൊന്നും പറ്റില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. If at this call of time the overs has been completed and no playing time remains, or if the side batting the last has completed its innings, the umpire shall immediately inform both the captains of the necessary corrections to the score and to the result. അതായത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സ്കോറിങ് മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ഒരു ടീം ജയിച്ചു എന്ന് പറഞ്ഞ് വിചാരിച്ച് സ്കോറിങ് മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമാണ് ജയിച്ചെങ്കിൽ വേറെ നമുക്ക് കളി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കാരണം തന്നെ ആ റിസൾട്ട് അതനുസരിച്ച് മാറാം എന്നാണ് ഈ പറയുന്നത്. നെസസറി കറക്ഷൻ ചെയ്തിട്ട് അത് ആ റിസൾട്ടിന് എന്തായി എന്നുള്ളത് ക്യാപ്റ്റൻസിനെ അറിയിക്കാം. വൺസ് ദ അമ്പയേഴ്സ് ഹാവ് അഗ്രീഡ് വിത്ത് ദ സ്കോറേഴ്സ് ദ കറക്റ്റ്നെസ് ഓഫ് ദ സ്കോർസ് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ മാച്ച് ദ റിസൾട്ട് കനോട്ട് ദർ ആഫ്റ്റർ ബി ചേഞ്ച്. അതെ, അമ്പയർമാർ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് തീർന്നു, തീരുമാനമായി എന്നർത്ഥം.